റംബൂട്ടാനെല്ലാം പഴുത്ത് നിൽപ്പുണ്ടായിരുന്നേ. എനിക്ക് പിന്നെ ഒരെണ്ണം പറിച്ച് കഴിക്കാൻ ചെന്നപ്പോഴാണ് എല്ലാം മുകളിൽ നിൽക്കുന്നത്. ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് രാത്രിയിലാണേ. എൻ്റെ ശബ്ദത്തിന് കാട്ടി ഉച്ചത്തിൽ തവളയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് സംശയം. ഞങ്ങൾ ഈ റംബൂട്ടാൻ 2-3 പ്രാവശ്യമായിട്ട് പറിച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ബാലൻസ് നിന്നതാണ് ഈ പഴുത്ത് നിൽക്കുന്നതെല്ലാം. അങ്ങനെ തോട്ടിയെടുക്കാനായി അതിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് തോട്ടിയുടെ ദയനീയാവസ്ഥ കണ്ട് എനിക്ക് വിഷമം വന്നത്. അത്രയ്ക്ക് ദയനീയ അവസ്ഥ. ആരോ തോട്ടിയുടെ കാല് തല്ലി പിടിച്ചിരിക്കുന്നു. അങ്ങനെ ആ വെച്ച് കെട്ടിയ തോട്ടി കൊണ്ട് ഞാൻ ഒരു റംബൂട്ടാൻ പറിച്ചെടുത്തിട്ടുണ്ടേ. ഒരുപാടെണ്ണം പറിക്കാനുള്ള സമയം കിട്ടിയില്ലേ. അപ്പോഴത്തേക്കും മഴ പെയ്തേ. മഴ പെയ്താൽ ഞാൻ നിൽക്കുന്നിടത്തൊക്കെ തെന്നി വീഴും. ഞാൻ ടെറസിൻ്റെ മേളിൽ നിന്നാണ് ഈ റംബൂട്ടാൻ പറിക്കുന്നത്. അപ്പോഴേ കൂട്ടുകാരെ, എൻ്റെ ഈ വോയിസ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ഇതിനെക്കുറിച്ചൊന്നും വലിയ രീതിയിൽ എനിക്ക് അറിയത്തില്ല. റംബൂട്ടാൻ ഈ മരത്തിൽ തീരുന്നിടം വരെ ഈ കാലൊടിഞ്ഞ തോട്ടി ഇവിടെ തന്നെ ഉണ്ടാവുമേ. അപ്പോൾ വൈകിട്ട് 3 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നേ. ഇനി വലിയ മഴയ്ക്ക് മുമ്പേ ഇവിടുന്ന് അങ്ങ് പോവാമെന്ന് വിചാരിച്ച്. ഒരുപാട് നേരമൊന്നും നിന്നില്ല. ഉള്ള റംബൂട്ടാനെ ഞാൻ അവിടെ നിന്നും കഴിച്ചു കേട്ടോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരും. ടാറ്റാ ബൈ ബൈ, സീ യു.